അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ടൊരു വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് കേട്ടോ. നല്ലൊരു ഏരിയയാണ്, ടൗൺ പരിസരമാണ്. അങ്ങാടിയിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴിദൂരമുള്ളൂ. ഏകദേശം 150-200 മീറ്റർ ദൂരപരിധി മാത്രമേ വഴിദൂരമുള്ളൂ. അപ്പോൾ അങ്ങാടി അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നേരെ ഫ്രണ്ടിൽ നല്ലൊരു കിണറുണ്ട്, വെള്ളം പറ്റാത്ത കിണറുണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്, നല്ല കായ്ഫലുള്ളൊരു തെങ്ങുണ്ട്. അപ്പോൾ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് നമ്മൾ ചൊറുക്ക് കൂട്ടിയിട്ടില്ല. അതായത് ഒരു കൂട്ട് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് ചെത്തി കോരിയിട്ട് നല്ല വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീടായി. അപ്പോൾ ചൊറുക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൊലക്കേടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൽ താമസക്കാരില്ല. കണ്ടോ, തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. അങ്ങാടി അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, വീണ്ടും പറയാണ്. അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ്. ഉദ്ദേശിക്കുന്ന വില വെറും 15 ലക്ഷം റുപ്യാണ് ഇവർ ചോദിക്കുന്നത്. അതും കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇവിടെ സീലിങ്ങിൽ ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ നല്ല തണുപ്പുള്ള ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പെയിൻറ്റിങ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടോ. നല്ല റൗണ്ട് ഫില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഉൾഭാഗത്ത് 2 ബെഡ്റൂം, ഒരു ബാത്റൂം, അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ. ഇത്രയും ഫെസിലിറ്റിയാണുള്ളത്. ഇതിൽ ഉൾഭാഗങ്ങൾ നിലവിൽ റെഡ് ഓക്സൈഡ് കാവ്യാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പാതി ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. റൂമുകൾക്കൊരു ആവറേജ് സൈസാണ്. അപ്പോൾ വലിയ റൂമുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് തന്നെയാണ്. ചുമരിൽ റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു വാഷ് ബേസിനും, അതായത് പ്ലംബിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതാട്ടോ. ഇവിടെ മുകൾ ഭാഗം സീലിങ്ങിൽ ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബെഡ്റൂം. ഇത് 8-9 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. നല്ല വലിയ ബെഡ്റൂമല്ല, എന്നാൽ പറ്റൊരു ഇടിങ്ങ റൂമല്ല, ഒരു ആവറേജ് ഒരു ബെഡ്റൂം. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ അൽമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയണം, ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഇനി അടിയിലൊന്ന് ടൈലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. 2 ബെഡ്റൂം ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. രണ്ടിലും റാക്കും ചുമരിൽ അലമാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വാതിൽപ്പൊളികൾ, ജനൽപ്പൊളികൾ അതെല്ലാം ഓക്കെയാണ് കേട്ടോ. ഇനി കിച്ചണിൽ എൽ ഷേപ്പിലുള്ളൊരു കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗം റാക്കുണ്ട്. ചുമരിലും ഇത് അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇവിടെ കിച്ചൺ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വിറകടുപ്പ് ഉണ്ടായിരുന്നു, ഒരു ചിമ്മിനിക്കൂട് ഉണ്ടായിരുന്നു. അപ്പോൾ വിറകടുപ്പ് അവർ പൊളിച്ചിട്ട് ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ടൊക്കെയാണ്. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ വർക്ക് ഏരിയ കെട്ടിണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ ആസ്പെറ്റോ ഷീറ്റാണ്. ഇവിടെ വിറകടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പോൾ പ്ലെയിൻ ആക്കിയിട്ടതാണ്. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ, ഒരു വിറകടുപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വീട്ടിലുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പിൻഭാഗത്തൂടെയാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വഴിയുള്ളത്. ആദ്യം മുൻഭാഗത്ത് ചവിട്ട് വഴി ആയിരുന്നുണ്ട് ആ വീടിനോട് ചാരിയിട്ട്. ഇപ്പോൾ പിൻഭാഗത്തൂടെ അതിലെ റോഡ് വന്നപ്പം റോഡ് മാർഗ്ഗം ഇതാണ് ഇപ്പോൾ ഇതിലേക്കുള്ള വഴി വരുന്നത്. ഇത് ഈ ബൈക്ക് നിൽക്കുന്ന പ്ലാവിൻ്റെ അതുപോലെ റോഡാണ്. അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ കട്ടിങ് വരുന്നത്. അപ്പോൾ പിൻഭാഗത്തൂടെയാണ് ഇപ്പം വഴി ഇവർ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ഭാഗം അവിടെ ആയിട്ടാണ് വരുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ടൊരു വീട്. കുറച്ചും കൂടെ ഒക്കെ അത് വാങ്ങിച്ചിട്ട് ലേശം കൂടെ പൈസ ചെയ്യുമ്പോൾ ചിലവാക്കണം. അതായത് ഒരു കൂട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് ചെത്തിക്കോരി ലെവലാക്കി കഴിഞ്ഞാൽ നല്ലൊരു വീടായി. ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട്. അതായത് ഇപ്പം നമ്മളതിൽ ചൊറുക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് നല്ലൊരു ഭംഗിയാക്കി ചൊറുക്ക് കൂട്ടി വെക്കുക കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും. അത് ചൊറുക്ക് കൂട്ടിയിട്ടില്ല, അത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഇപ്പം നിലവിൽ താമസക്കാരും ഇല്ല. അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് ചെയ്താൽ മതി. ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് ഉഷാറാക്കിയാൽ മതി. കുഴപ്പമില്ല, വഴി സൗകര്യമുണ്ട്, വെള്ളം പറ്റാത്ത കിണറുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് ഒരു നല്ലൊരു ടെറസ് ഇട്ടൊരു വീടുണ്ട്. വീട് പുതിയ വീടല്ല, നിങ്ങൾ കണ്ടല്ലോ, വീടിൻ്റെ പൂർണ്ണ രൂപം കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലത് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിലെ പയ്യനാട് കഴിഞ്ഞിട്ട് ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ചോലക്കൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഈ ചോലക്കൽ എന്ന് പറയുന്ന അങ്ങാടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അങ്ങാടിയാണ് ഈ ചോലക്കൽ. ഈ ചോലക്കൽ അങ്ങാടിയിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് നടക്കാവുന്ന, 1 മിനിറ്റ് 1.5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ചോലക്കൽ അങ്ങാടിയിലുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ആ അങ്ങാടിയിൽ നിന്ന്. ഏകദേശം ഒരു 150-200 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്ന വില 5 സെൻറ്റ് സ്ഥലമുണ്ട്, കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്. വെറും 15 ലക്ഷം രൂപ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില.
ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.